Hi viewers, welcome back to English with Jenny. Today I am going to tell you certain words related to washing clothes. അപ്പം തുണി അലക്കലുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പദങ്ങൾ നമുക്കിന്ന് ചർച്ച ചെയ്യാം. ഈ സംശയം ചോദിച്ചിരിക്കുന്നത് ഷീജ ശശി എന്ന സഹോദരിയാണ്. അവർ ഈ അടുത്ത കാലത്ത് ഈ നമ്മുടെ ചാനൽ പതിവായി വാച്ച് ചെയ്യാറുണ്ട്. വാച്ച് ചെയ്ത് എല്ലാ വീഡിയോസിനെ കുറിച്ചും കമൻസ് പറയാറുണ്ട്. അങ്ങനെ അവരൊരിക്കൽ ചോദിച്ച ചോദ്യമാണ് വാഷിംഗ് ക്ലോത്ത് സംബന്ധമായിട്ടുള്ള ഒരു വീഡിയോയുടെ. അപ്പൊ ഇന്ന് അതിനെ കുറിച്ചാണ്. സത്യത്തില് ഇപ്പം വാഷിംഗ് എന്ന് പറയുന്നത് ഏറ്റവും എളുപ്പമുള്ള ജോലി ആയതുകൊണ്ട് നമ്മൾ പണ്ട് അലക്കിയ രീതിയല്ല ഇപ്പോൾ ഉള്ളത്. ഇപ്പം നമുക്ക് വാഷിംഗ് മെഷീൻ ആകെ 2-3 പദം അറിഞ്ഞിരുന്നാൽ തന്നെ വാഷിംഗ് ആയിട്ട് ബന്ധപ്പെട്ടതായി. വാഷിംഗ് മെഷീൻ അതിലാകെ കൂടി ഒന്നുകിൽ ലിക്വിഡ് ഡിറ്റർജന്റ് ഓർ പൗഡർ ഡിറ്റർജന്റ് അതിലിടുന്ന അതാണ്. അതിടുന്നു. പിന്നെ ബാക്കിയൊക്കെ മെഷീനിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ ഞെക്കി കഴിഞ്ഞാൽ പ്രസ് ചെയ്യേണ്ട കുറെ ബട്ടൺസ് ഉണ്ടാവും. അത് ഒടുവിൽ നന്നായിട്ട് അലക്കി പിഴിഞ്ഞ് വെള്ളമൊക്കെ കളഞ്ഞ് നമുക്ക് ഇങ്ങോട്ട് പുറത്തേക്ക് തുണി കിട്ടും ഏതാനും മിനിറ്റുകൾ കൊണ്ട്. അപ്പോൾ ഇതാണ് ശരിക്കും ഇപ്പോൾ വാഷിങ്ങുമായിട്ട് ബന്ധപ്പെട്ടത്. പക്ഷേ എങ്കിൽ പോലും ഇപ്പോഴും നമ്മൾ വാഷിംഗ് നടത്താറുണ്ട്. അതായത് പ്രത്യേകിച്ച് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ മാസ്ക്, അതല്ലെങ്കിൽ നമ്മുടെ ഈ കാലിലിടുന്ന സോക്സ്, ഗ്ലൗസ്, ഇതൊക്കെ നമ്മൾ വാഷ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതുമായിട്ട് അതിന് ഉപയോഗിക്കുന്ന ഇംഗ്ലീഷ് പദങ്ങൾ അറിയണം. അപ്പോൾ കുറച്ച് പദങ്ങൾ പഠിച്ചു വെക്കാം. അപ്പോൾ എന്താ നമ്മൾ ഉപയോഗിക്കുന്നത്? ഇപ്പം നമ്മൾ പണ്ടാണ് സോപ്പ് കുളിക്കാനും അതുപോലെ തന്നെ നമ്മൾ പിന്നെ വസ്ത്രം അലക്കാനൊക്കെ സോപ്പാണ് ഉപയോഗിച്ചിരുന്നത്. ആ സോപ്പ് എന്ന് പറയുന്ന അതിൽ നാച്ചുറൽ ആയിട്ടുള്ള എണ്ണകളൊക്കെ പ്രകൃതിദത്തമായ എണ്ണകൾ ഉപയോഗിച്ചിരുന്നു. ഇപ്പം അതല്ല. ഇപ്പം ഡിറ്റർജന്റാണ് ഉപയോഗിക്കുന്നത്. ഡിറ്റർജന്റ് മീൻസ് ശരിക്ക് കെമിക്കൽസ് ആണ്. അതിൽ നാച്ചുറൽ ഐറ്റംസ് അല്ല, ഒക്കെ കെമിക്കൽസ് കൊണ്ടാണ്. അതാണ് ചിലപ്പോൾ ഡിറ്റർജന്റ് ഉപയോഗിക്കുമ്പോൾ കയ്യിലെ തൊലി പോകുന്നു എന്നൊക്കെയുള്ള പരാതിയൊക്കെ വരുന്നത്. അപ്പം ഇതാണ് ഡിറ്റർജന്റും സോപ്പും തമ്മിലുള്ള വ്യത്യാസം. സോപ്പിൽ നാച്ചുറൽ ഐറ്റംസ് ഉണ്ട്, ഡിറ്റർജന്റിൽ ഫുൾ കെമിക്കൽസ് ആണ്. അപ്പൊ ഇനി നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ ഫിൽ എ ബക്കറ്റ് വിത്ത് വാട്ടർ. അപ്പൊ ഒരു ബക്കറ്റിലേക്ക് ഓർ ബേസിൻ ഏതിലേക്കെങ്കിലും നമ്മൾ കുറച്ച് വെള്ളം എടുക്കുന്നത്. അതാണല്ലോ നമ്മൾ തുണി അലക്കുമ്പോൾ ആദ്യം ചെയ്യുന്നത്. സോ ഫിൽ ദ ബക്കറ്റ് വിത്ത് വാട്ടർ. ആഡ് സം ഡിറ്റർജന്റ്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഡിറ്റർജന്റ് ഇടുക. ദെൻ ഷേക്ക് ഇറ്റ്. അത് വേണമെങ്കിൽ നന്നായിട്ടൊന്ന് കലക്കാം. ഷെയ്ക്ക്, കലക്കുക എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കും. ദെൻ സബ്മേർജ് ദ ഡേർട്ടി ക്ലോത്ത്സ്. സബ്മേർജ് മീൻസ് കവർ വിത്ത് വാട്ടർ. കവർ വിത്ത് വാട്ടർ. വെള്ളത്തിൽ ഇങ്ങനെ മുക്കിയിടുക എന്ന്. വെള്ളത്തിൽ മുക്കി വെക്കുക. അതാണ് സബ്മേർജ് ദ ഡേർട്ടി ക്ലോത്ത്സ്. അത് മുഴുവൻ അതിൽ മുക്കി വെക്കുക. ദെൻ ഇഫ് യു വാണ്ട് യു ക്യാൻ ബ്രഷ് ഓർ യു ക്യാൻ റബ്ബ് ഓർ യു ക്യാൻ സ്ക്രബ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? നമ്മൾ ചിലപ്പോൾ നമുക്കവിടെ ഫോർ എക്സാമ്പിൾ നമ്മുടെ കോളർ ലൈനിലൊക്കെ ചില സമയത്ത് അവിടെ അഴുക്കുണ്ടാവും. ആ അഴുക്കുള്ള സ്ഥലത്ത് ഒന്നിൽ അത് റബ്ബ് ചെയ്യുക, ഇങ്ങനെ തിരുമ്പുക. അതല്ലെങ്കിൽ നമുക്ക് ബ്രഷൊക്കെ വെച്ചിട്ട് ഒരസം, അതാണ് സ്ക്രബ് ചെയ്യുക എന്ന് പറയുന്നത്. ഇതൊക്കെ ചെയ്യാൻ നമുക്ക്. ദെൻ സോക്ക് ഇറ്റ് ഫോർ സം ടൈം. സോക്ക് എന്ന് പറഞ്ഞാൽ സോക്കിന്റെ അർത്ഥം എന്താണ്? കുതിരാൻ വെക്കുക എന്നാണ്. സബ്മേർജ് എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ മുക്കി വെക്കുകയാണ്. പക്ഷെ സോക്ക് എന്ന് പറഞ്ഞാൽ കുറച്ച് അധികം നേരം വെക്കണം. അപ്പോഴേ അത് കുതിർന്ന് വരുള്ളൂ. അതിൽ അഴുക്കൊക്കെ കുതിർന്ന് പുറത്തേക്ക് വരണം. അപ്പൊ സോക്ക് ഇറ്റ് ഫോർ സം ടൈം. ഇനി അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആഫ്റ്റർ സം ടൈം യു ക്യാൻ ടേക്ക് ഇറ്റ് അഗൈൻ ഇഫ് യു വാണ്ട് യു ക്യാൻ സ്ക്രബ് ഓർ ബ്രഷ് ഓർ യു ക്യാൻ റബ്ബ്. വീണ്ടും ഒന്നുകൂടി അതിൽ ഞെക്കി പിഴിഞ്ഞാൽ അതിന്റെ അഴുക്കുകളൊക്കെ പുറത്തേക്ക് വരും. ദെൻ pour out POUR, pour out or drain out the sudsy water. Sudsy water means unclean soapy water എന്നാണ് sudsy water. അതായത് നമ്മൾ സോപ്പ് വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ കുറെ കഴിഞ്ഞാൽ അഴുക്കും കൂടി ചേർന്നിട്ട് ആ സോപ്പ് വെള്ളത്തിന് പതയൊക്കെ ഉണ്ടായിരിക്കും, പക്ഷെ അതിൽ അഴുക്കും കൂടി കലർന്നതായിരിക്കും. സോ pour it out. അത് പുറത്തേക്ക് ഒഴിച്ച് കളയുക. or drain out. അത് ഊറ്റി കളയുക. then rinse the clothes. റിൻസ് മീൻസ് ഒലുമ്പുക എന്നാണ് നമ്മൾ പറയുക. ഇങ്ങനെ വെള്ളത്തിലിട്ട് ഇങ്ങനെ ഒലുമ്പും. റിൻസ് ദ ക്ലോത്ത്സ് ഇൻ ദ ക്ലീൻ വാട്ടർ 3 or 4 times. 2, 3, 4 തവണ നമുക്ക് നന്നായിട്ടൊന്ന് ഇങ്ങനെ ഒലുമ്പിയെടുക്കാം. ദെൻ സ്ക്യൂസ് ഔട്ട് ദ വാട്ടർ ഫ്രം ദ ക്ലോത്ത്സ്. സ്ക്യൂസ് ഔട്ട് എന്നും പറയാം, റിങ് ഔട്ട്, WRING, റിങ് ഔട്ട് എന്നും പറയാം. അത് ഞെക്കി പിഴിയാണ്. നമ്മളിങ്ങനെ പിഴിഞ്ഞ് കളയുക, വെള്ളം പിഴിഞ്ഞ് കളയുക എന്ന് പറയും. ദെൻ ഹാങ് ഇറ്റ് ഓൺ ദ ക്ലോത്ത് ലൈൻ. അപ്പം തുണികളൊക്കെ ഹാങ് ചെയ്യുക, തൂക്കിയിടുക. ഹാങ് ഇറ്റ് ഓൺ ദ ക്ലോത്ത് ലൈൻ. ക്ലോത്ത് ലൈൻ എന്ന് പറഞ്ഞാൽ അയ എന്ന് പറയും, അയൽ എന്ന് പറയും. ആ അയലിന്റെ പുറത്ത് ഇടുക. ഇഫ് യു വാണ്ട് യു ക്യാൻ യൂസ് ക്ലോത്ത് പെഗ് ഓർ ക്ലോത്ത് പിൻ. അതായത് ക്ലോത്ത് പെഗ് ഓർ പിൻ എന്നൊക്കെ പറയുന്ന ഇതാണ്. അതായത് നമുക്ക് കാണാം ഈ ക്ലിപ്പ്. നമ്മൾ ചില സമയത്ത് ചിലത് കാറ്റത്ത് പറന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് ഉപയോഗിക്കും. ഈ സാധനമാണ്. ഇതാണ് ക്ലോത്ത് പെഗ് ഓർ ക്ലോത്ത് പിൻ എന്ന് പറയും. അപ്പം ക്ലോത്ത് പിൻ അല്ലെങ്കിൽ ക്ലോത്ത് പെഗ് ഉപയോഗിക്കാൻ നമുക്ക് വേണമെങ്കിൽ. ദെൻ ആഫ്റ്റർ ഡ്രൈയിങ്, ഇതൊക്കെ ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഐദർ യു ക്യാൻ ഫോൾഡ് ദ ക്ലോത്ത്. ചിലതൊക്കെ നമ്മൾ തോർത്ത് തുടങ്ങിയൊക്കെ നമ്മൾ മടക്കി വെക്കുകയാണ് ചെയ്യുക. ഓർ ഇഫ് യു വാണ്ട് യു ക്യാൻ അയേൺ ദ ക്ലോത്ത്. നമുക്ക് അത് മുഴുവൻ ഇസ്തിരി ഇടാം. അയേൺ ദ ക്ലോത്ത്. ഇത്ര
ഇത്രയായി കഴിഞ്ഞു. ഇതേ നമ്മൾ പഠിക്കേണ്ട ഏറ്റവും അടിയന്തരമായ വാക്കുകളാണ് ഈ പറഞ്ഞത്. ഇനി ഇതൊക്കെ ചെയ്തു എന്ന് പറയണമെങ്കിൽ ഈ പറഞ്ഞ വാക്കുകളുടെയൊക്കെ നമ്മൾ പാസ്റ്റ് ടെൻസ് അറിഞ്ഞിരിക്കണം. അപ്പം നമ്മൾ അയേൺഡ് അയേൺ എന്നുള്ളതിന്റെ ED ഫോമാണ് അയേൺഡ്. അയേൺഡ് ദ ക്ലോസ്, ഇസ്തിരി ഇട്ടു എന്നാണ്. തുണിയൊക്കെ ഞാൻ ഇസ്തിരി ഇട്ടു എന്നായി. ഐ ഫോൾഡഡ് ദ ക്ലോസ്, തുണിയൊക്കെ ഞാൻ മടക്കി വെച്ചു എന്നായി. ഇനി നമ്മൾ വെള്ളത്തിൽ കുതിർത്തി വെക്കുകയാണെങ്കിൽ ഐ സോക്ഡ് ദ ക്ലോസ്, വെള്ളത്തിൽ കുതിർത്തി വെച്ചു. ഐ സബ്മേർജ്ഡ് ദ ക്ലോസ്, വെള്ളത്തിൽ മുക്കി വെച്ചു എന്നർത്ഥം കിട്ടും. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പോർ ഔട്ട് എന്നുള്ളത് പോർഡ് ഔട്ട്, പുറത്തേക്ക് ഒഴുക്കി കളഞ്ഞു എന്നുള്ളതാണെങ്കിൽ പോർഡ് ഔട്ട് എന്നാണ് നമ്മൾ ഉപയോഗിക്കുക. അതുപോലെ ഈ റിൻസ് ചെയ്യാൻ പറഞ്ഞു, അപ്പം റിൻസ്ഡ് പാസ്റ്റ് ടെൻസ് ആയി, റിൻസ് ഒളിമ്പി എന്നാണ്. ദെൻ സ്ക്യൂസ്ഡ് ഔട്ട്, പിഴിഞ്ഞു. അതുപോലെ റിംഗ് ഔട്ട് ആണെങ്കിൽ റങ് ഔട്ട് എന്നാണ്, റിങ്ങിന്റെ റങ് ഔട്ട് എന്നാണ് പാസ്റ്റ് ടെൻസ്. അത് ഞാൻ വെള്ളം പിഴിഞ്ഞു കളഞ്ഞു എന്നാണ്. അതിനിടയ്ക്ക് ഹാങ് ദ ക്ലോസ് പറഞ്ഞിട്ടുണ്ട്. ഹാങ് ദ ക്ലോസ് മീൻസ് തൂക്കിയിടുകയാണ്. അപ്പൊ അതിന്റെ പാൻസ് ഹങ് ദ ക്ലോസ് എന്നാണ്, തൂക്കിയിട്ടു. ഐ ഹങ് ദ ക്ലോസ് ഓൺ ദ ക്ലോത്ത് ലൈൻ, അതിൽ ഞാൻ തൂക്കിയിട്ടു എന്നാണ്. അതിൻ്റെ ഇടയ്ക്ക് പറയാൻ വിട്ടുപോയതുണ്ട്, ഷെയ്ക്ക്. നമ്മൾ ഈ ഇത് പിഴിഞ്ഞു കളഞ്ഞാൽ എടുത്തിട്ടൊന്ന് കുടയും, തുണിയൊക്കെ ഒന്ന് കുടയും. അതിന് ഷെയ്ക്ക്, കാരണം അതിൻ്റെ വെള്ളത്തുള്ളികളൊക്കെ തെറിച്ചു പോകാനും ചുളിവുണ്ടെങ്കിൽ ഒന്ന് നിവരാനും കൂടിയുള്ളതാണ്. സോ ഐ ഷെയ്ക്കിന്റെ പാസൻസ് ഷുക്കാണ്. ഐ ഷുക്ക് ദ ക്ലോസ്. ഇപ്പൊ ഏകദേശം ഇതുമായിട്ട് ബന്ധപ്പെട്ട വാക്കുകൾ. ഇനി ഒരു പണ്ട് മുതലേ കേൾക്കുന്ന, ഇപ്പൊ അത് അത്ര ഉപയോഗത്തിലില്ലെങ്കിൽ പോലും നമ്മൾ പല പുസ്തകങ്ങളിലും കാണാം. അപ്പൊ അത് മനസ്സിലാക്കാം. ലോണ്ടർ എന്നൊരു വാക്കുണ്ട് ഇംഗ്ലീഷിൽ. ലോണ്ടർ, LAUNDER. ലോണ്ടർ മീൻസ് വാഷ് ആൻഡ് അയൺ ക്ലോസ് എന്നാണ്. അതായത് തുണി അലക്കി ഇസ്തിരി ഇടുക എന്നാണ് ലോണ്ടർ എന്ന വാക്കിന്. അതൊരു വേർബാണ്. അതിൽ നിന്നാണ് ലോണ്ട്രി എന്ന വാക്കുണ്ട്, LAUNDRY. ലോണ്ട്രി. ലോണ്ട്രി എന്ന പദത്തിന് ഒരുപാട് അർത്ഥമുണ്ട്. ഒന്ന്, ഡേർട്ടി ക്ലോസ് ടു ബി വാഷ്ഡ്, അത് അലക്കാനുള്ള വിഴുപ്പ്. നമ്മൾ അലക്കാനുള്ള അഴുക്ക് വന്നിരിക്കുക, അതിന് നമ്മൾ വിഴുപ്പ് എന്നാണ് പറയാം. അപ്പം വിഴുപ്പ് വസ്ത്രങ്ങൾ എന്ന അർത്ഥത്തിൽ ലോണ്ട്രി ഉപയോഗിക്കും. അലക്കി കഴിഞ്ഞാലുള്ള, ദാറ്റ് മീൻസ് വാഷ്ഡ് ക്ലോസ് എന്ന അർത്ഥത്തിലും ലോണ്ട്രി ഉപയോഗിക്കും. അതുപോലെ ലോണ്ട്രി മീൻസ് ദ ഫേം വേർ ദേ വാഷ് ആൻഡ് അയൺ ക്ലോസ്, അതായത് തുണി അലക്കി ഇസ്തിരി ഇടുന്ന ഒരു സ്ഥാപനം ഉണ്ടാവും, അതിനും ലോണ്ട്രി എന്ന് പറയും. അപ്പൊ ഇന്നത്തെ ടൗണുകളൊക്കെ, ചില സിറ്റികളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ലോണ്ട്രി എന്നുള്ള ബോർഡ് കാണാം. അപ്പൊ അലക്കി തേച്ചു കൊടുക്കുന്ന സ്ഥലം എന്നാണ്. അതുപോലെ ലോണ്ട്രി റൂം എന്ന് ചില വലിയ വലിയ കെട്ടിടങ്ങളിലൊക്കെ, വലിയ വലിയ എന്താ പറയുക, ഓഫീസുകളിൽ, ഹോസ്പിറ്റലിലൊക്കെ ലോണ്ട്രി റൂം കാണും. അവിടെ അലക്കാനുള്ള റൂമാണ്. അപ്പൊ ഈ അർത്ഥത്തിലൊക്കെ ലോണ്ടർ, ലോണ്ട്രി എന്നുള്ള വാക്ക് ഉപയോഗിക്കും. ഇനി ലോണ്ടർ, ലോണ്ടറർ, ലോണ്ടറസ്, ലോണ്ട്രി വർക്കർ എന്നുള്ള പദങ്ങൾ കേട്ട് കാണും. ഇതൊക്കെ പണ്ട് ഉപയോഗിച്ചിരുന്ന വാക്കുകളാണ്. ഇതിന്റെ ഒക്കെ അർത്ഥം അലക്കുകാരൻ അല്ലെങ്കിൽ അലക്കുകാരി എന്ന്, കോമൺ ജെൻഡർ ആയിട്ടാണ് ഇത് ഉപയോഗിച്ചിരുന്നത്. ഒക്കെ കോമൺ ജെൻഡർ, അലക്കുകാരനും അലക്കുകാരിക്കൊക്കെയുള്ള കോമൺ ജെൻഡർ. പിന്നെ നമ്മൾ കേൾക്കുന്നതാണ് വാഷർമാൻ, വാഷർ വുമൺ. ഇതിന് പകരം കുറച്ചുകൂടി ലളിതമായിട്ടുള്ള പദങ്ങളാണ് വാഷർമാൻ, വാഷർ വുമൺ, അലക്കുകാരൻ, അലക്കുകാരി. പക്ഷെ അതിനൊരു കോമൺ വേർഡ് ഉണ്ട്, വാഷർ എന്നുള്ളത്, WASH, വാഷർ. ഇത് കോമൺ വേർഡാണ്. പക്ഷെ ഇതിലൊന്നും കൂടുതലൊന്നും ഇപ്പൊ ഉപയോഗിക്കാറില്ല. കാരണം നമ്മുടെ പണ്ടൊക്കെ നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ അലക്കുകാരുണ്ടായിരുന്നു, അലക്കുന്ന സ്ത്രീകളും പുരുഷന്മാരൊക്കെ ഉണ്ടായിരുന്നു. അവരെടുത്ത് നമ്മൾ പ്രത്യേകിച്ച്, നമ്മളാണ് സാധാരണ തോട്ടിലൊക്കെ കൊണ്ടുപോയി അലക്കിയിരുന്നത്. പക്ഷെ അതിൽ വല്ല കറയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ അത് മാറ്റണമെങ്കിൽ അവർക്ക് എളുപ്പ വഴികളുണ്ട്. അതുകൊണ്ട് നമ്മൾ അവരുടെ അങ്ങനെയുള്ള വസ്ത്രങ്ങളൊക്കെ കൊണ്ടുപോയി കൊടുത്തിരുന്നു. അന്ന് അലക്കുകാർ എന്ന് പറയുന്ന ഒരു വിഭാഗം തന്നെ ഉണ്ടായിരുന്നു. ഇപ്പൊ അത് ഇല്ലെന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ഇപ്പൊ ഏകദേശം നമുക്ക് വാഷിംഗ് ക്ലോസ് അതുമായിട്ട് ബന്ധപ്പെട്ട കുറെ പദങ്ങൾ കിട്ടി. സോ ഐ ഹോപ്പ് ദ ഡൗട്ട്സ് ഫ്രം ഷീജ has cleared. Thank you very much for watching this video. Goodbye till we meet again.